الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ അടിമകളെ അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം സ്വർഗത്തിലേക്ക് പോകാനുള്ള പണിയെടുക്കാൻ. കാരണം ഒരു ജന്മം മുഴുവൻ ആവശ്യമാണ് സ്വർഗത്തിലെത്താൻ. നരകത്തിന്റെ വഴി അത്ര വലിയ പ്രയാസമുള്ള വഴിയൊന്നുമല്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് വേണമെങ്കിൽ നരകത്തിന്റെ ആളായി മാറാം. അല്ലാഹു കാക്കട്ടെ. പറഞ്ഞ് 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 ആഗ്രഹിപ്പിക്കുന്നത് സ്വർഗത്തിനോടൊരു ആശയും ആർത്തിയും അടിമകളുടെ മനസ്സിലുണ്ടാവാൻ. മുൻഗാമികളൊക്കെയും ജീവിച്ചങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും താബിഈകളും തബഉ താബിഈകളും ആ വഴിയിൽ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ സബറോടുകൂടി തരണം ചെയ്ത് എങ്ങനെയെങ്കിലും ആണി പോലെ ഉറച്ചു നിന്ന് സ്വർഗത്തിന്റെ ആൾക്കാരായി കൊണ്ട് തന്നെ അവർ യാത്രയാവുകയും ചെയ്തു. റളിയല്ലാഹു അൻഹും വറദു അൻ. അവരങ്ങനെ റബ്ബിനെ കൊണ്ട് പറയിപ്പിച്ചു. അവരുടെ സബറും ആ ഒരു ഈമാനിന്റെ ബലവും പ്രകാശവും ചൈതന്യവും. സഹാബാക്കൾ നമ്മളെ പോലത്തെ മനുഷ്യന്മാരല്ലേ. അവര് മറ്റേ ആകാശ ലോകത്ത് നിന്ന് പൊട്ടി വീണ ആൾക്കാരല്ലല്ലോ. അതല്ലെങ്കിൽ മറ്റൊരു ജീവിയില്ല, എന്തിനു പറയാം. അല്ലാതെ ആകാശത്ത് നിന്ന് വരുന്ന ഒരു സാധനത്തിന് ഒരു പേരിൽ വിളിക്കുന്നത് അദൃശ്യ, അതൊന്നുമല്ലല്ലോ അവര്. നമ്മളെ പോലെ സാധാ ഒരു ഉമ്മ പ്രസവിച്ച് നാടൻ മനുഷ്യന്മാരായി വളർന്നു വന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് സ്വർഗത്തിന്റെ ബോധം വന്നപ്പോൾ അവർ മാറിയ മാറ്റം അസൂയാവഹമാണ്, അത്ഭുതകരമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള അടിമകൾ പരിശുദ്ധ ഖുർആനിലൂടെ അവരെ സംബന്ധിച്ച് ഓതുകയാണ്. റളിയല്ലാഹു അൻഹും. അവരിൽ അള്ളാഹു തൃപ്തനാണ്. കഴിഞ്ഞില്ലേ? അതായത് ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ അവരെത്തി. എല്ലാ ശഹ്വത്തും വിചാരങ്ങളും തിരക്കും ഭാര്യമാരും മക്കളും ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം സാമ്പത്തിക മേഖലയിലും അതും ഇതും. പക്ഷെ എന്റെ ഇടയിൽ അള്ളാഹുവിനെ കൊണ്ട് അവർ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഖുർആനിലൂടെ ആയത്തായി അവതരിപ്പിക്കുന്ന തരത്തിൽ ജീവിച്ചെങ്കിൽ എന്തൊരു ജീവിതമായിരിക്കും അത്. അവര് നടന്നു പോയ ആ വഴിക്ക് അതേ സ്വർഗത്തിൽ പോവാനാണ് നമ്മളും ഈ പെടാപ്പാടുപെടുന്നത്. പക്ഷെ അജഗജാന്തരം എന്നൊക്കെ പറയലില്ലേ, അതാണ് സത്യം. ആടും മാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മളുടെയും അവരുടെയും ജീവിതത്തിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദുആ അല്ലാഹു പറഞ്ഞില്ലേ, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, എന്തും സഹിക്കാം, ത്യജിക്കാം, ക്ഷമിക്കാം, എന്തും തരണം ചെയ്യാം, ജന്നത്തുൻ നഈം അനന്തരമായി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി. ഖലാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു, സലുല്ലാഹൽ ജന്ന. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചോളൂ. ചോദിക്കുമ്പോൾ ഏത് ചോദിക്കണം? ജന്നത്തുൽ ഫിർദൗസ്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ജന്നത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅലൽ ജന്നതി വ ഔസതുഹാ. സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലവും ഏറ്റവും മധ്യഭാഗത്തുള്ള ഭാഗവുമാണ്. സ്വർഗം ദറജകളാണ്, നരകം ദർക്കുകളാണ്, ആഴങ്ങളേക്കാൾ. സ്വർഗത്തിന്റെ സുഖങ്ങളും മുകളിലേക്കാണ്, ദറജകളാണ്. ഹമലത്തുൽ അർശ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ. എന്താ അവരുടെ ജോലി? അർശിനെ വഹിക്കുന്നവർ. അവർ സദാ തസ്ബീഹിൽ മുഴുകുന്നവരാണ്. ആ തസ്ബീഹിന്റെ ശബ്ദം ജന്നത്തുൽ ഫിർദൗസിൽ ആളുകൾക്ക് കേൾക്കാം എന്ന് പറഞ്ഞാൽ മുഖറബുകളാണ് അവർ.
അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തവർ. അത് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ അടുത്ത് ആവശ്യം. പക്ഷേ നമ്മൾ ചോദിച്ചാലും പണിയെടുത്താലും എന്ത് ചെയ്താലും അതിന്റെ ടിക്കറ്റ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് നമ്മളുടെ അഖീദയാണ്, വിശ്വാസമാണ്, അമലുകളല്ല. പിന്നെ അമൽ എന്തിനുള്ളതാണ്? ദറജാത്തുകൾക്കുള്ളതാണ്. സ്വർഗത്തിലേക്കുള്ള അഡ്മിഷൻ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലെവലിലാ ക്ലാസ് ഉണ്ടാവേണ്ടത്? അത് അമലിനെ പരിഗണിച്ചാണ്. നമ്മൾ അമൽ ചെയ്യുന്ന സ്വർഗത്തിൽ പോവാനല്ല, അമൽ ചെയ്യുന്ന സ്വർഗത്തിനുള്ള ദറജകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരാളെ അമലുകൾ ഇഷ്ടം പോലെ ചെയ്തു, കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി, വിശ്വാസം ഇല്ലെങ്കിലോ അഡ്മിഷൻ ഇല്ല, എല്ലാം പാഴായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദർശത്തെ സംരക്ഷിച്ചേ പറ്റൂ, വിശ്വാസത്തെ. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ അഖീദയുമായി ബന്ധപ്പെട്ട് നല്ല കണിശതയിലും കടുപ്പത്തിലും നമ്മുടെ അടുത്ത് സംസാരിച്ചത്. ഒരു നീക്കിപോക്കില്ലാതെ, കോംപ്രമൈസ് ഇല്ല. കാരണം അതില്ലെങ്കിൽ സ്വർഗമില്ല. കാരണം നാളെ അള്ളാഹു ഹിസാബ് ചെയ്യുന്നത് വരെ വിശ്വാസികളെയാണ്. കാരണം അവിശ്വാസികളുടെ അടുത്ത് എന്ത് ഹിസാബ ചെയ്യാം? ആദർശമില്ലാതെ, വിശ്വാസമില്ലാതെ നരകത്തിന്റെ ആളുകളായി വന്ന ആൾക്കാരോട് എന്ത് ചോദിക്കാനാണ്? അവരെടുത്ത് അവരുടെ തെറ്റ് പറഞ്ഞിട്ട് അവരെ കൂടുതൽ വിഷമിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യാ. എന്നാൽ വിശ്വാസികളോടോ അവരുടെ വിശ്വാസവും കർമ്മങ്ങളും ഇടപാടുകളും സാമ്പത്തികവും ഇതിനെപ്പറ്റി എല്ലാം ചോദ്യം ഉണ്ടാവും. അപ്പൊ ശരിക്കും ഹിസാബിനെ പേടിക്കേണ്ടവർ മുവഹിദുകളാണ്, മുശ്രിക്കുകളല്ല. അവർക്ക് എന്ത് ഹിസാബ്? അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു കോട്ട കെട്ടിത്തന്നതാണ്. ഇതാ ഇന്ന കാര്യങ്ങൾ വരാണ്ട് ശ്രദ്ധിച്ചോ, അത് വന്നാൽ പുറത്തായി പോകും. അതായത് മെമ്പർഷിപ്പ് എന്താവും? സംഘടന മെമ്പർഷിപ്പ് എപ്പോഴാ കട്ടാക്കല്? അച്ചടക്ക ലംഘനം വരുമ്പോഴല്ലേ. സംഘടനകൾക്ക് നിയമം ഉണ്ടാവും, പാലിച്ചേ പറ്റുള്ളൂ, ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ. എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് തന്ന റബ്ബ് ചിലപ്പം സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്മിസ് ആക്കാം. അള്ളാഹു കാത്തു വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ വഞ്ചിതരാവരുത്. ഇപ്പൊ നമ്മൾ ഓക്കെ ആയിരിക്കും, തൗഹീദിലായാലും സുന്നത്തിന്റെ കാര്യത്തിലായാലും അമലുകളുടെ കാര്യത്തിലായാലും. പക്ഷേ അതേത് സമയവും അത് ചിലപ്പം സംഭവിക്കുന്നതോ നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന ചെറിയ ഒരു വാക്കോ പ്രവൃത്തിയോ കൊണ്ടാവാം മെമ്പർഷിപ്പ് കട്ടായി പോകുന്നു. അള്ളാഹു കാക്കട്ടെ. നിങ്ങളൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ബഗിയായ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞു. ബനു ഇസ്രായേലിലെ വ്യഭിചാരിണിയായ പെണ്ണ്. ബഗി എന്ന് സാധാരണ ഒന്നും രണ്ടും പ്രാവശ്യവും ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് പറയുന്ന പേരല്ല, അതിനെ ഒരു തൊഴിലാക്കിയവർക്ക് പറയുന്ന പേരാണ് ബഗി, വ്യഭിചാരിണി. സിന എപ്പോഴെങ്കിലും സംഭവിച്ചു പോയി, അവരല്ല അത്. ബഗിയായ പെണ്ണ് തന്നെയുള്ള ജോലി, വരുമാനം. ഒരു ദിവസം അവിടെ എന്താണ് വ്യഭിചാരം? എത്ര വെറുക്കപ്പെട്ട സംഗതിയാ, കബായിറുകളിൽപ്പെട്ട. അല്ലാഹു കാക്കട്ടെ. ആ പെണ്ണ് നടന്നു വരുമ്പം ഒരു നായ സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ നായർക്ക് എന്താ സ്ഥാനം? ദേഷ്യം പിടിക്കുമ്പോ എന്താ വിളിക്കല്? ആരാ മോനെ അല്ലേ? എന്തുകൊണ്ടാ? അത്രയും ചീപ്പായതുകൊണ്ടാണ്, ഓന്റെ മോന്. പക്ഷെ ഈ പെണ്ണ് നോക്കുമ്പോ ആ നായ വിശന്നിട്ട് ദാഹിച്ചിട്ട് മണ്ണ് നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ മനസ്സങ്ങനിഞ്ഞുപോയി. ഇവള് അവരുടെ ഹുഫ ഊരി ഒരു കയറുണ്ടാക്കി അതിൽ കെട്ടി അടുത്തുള്ള കിണറ്റിൽ മുക്കിയിട്ട് ആ ഹുഫയിൽ നിന്ന് വെള്ളം നായന്റെ വായിൽ ഉറ്റിച്ചു കൊടുത്തു. അത് കുടിച്ചു, അതിന്റെ ദാഹം ശമിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുക്ക് ഇഷ്ടമായി. അപ്രവൃത്തി അല്ലാഹുക്ക് ഇഷ്ടമായി. ഫഗഫറ ലഹാ വഅദ്ഖലഹാ അൽ ജന്ന. അവൾക്ക് അല്ലാഹു ആ പാപം കൊടുത്തു, അവളെ സ്വർഗത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചെയ്തതോ ഒരു മിണ്ടാപ്പാണ്, കുറച്ച് വെള്ളം കൊടുത്തതാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഏത് കാര്യത്തിലാ ഇഷ്ടം തോന്നുക, ഏതിനാ അള്ളാഹുവിന് വെറുപ്പ് വരിക, ഒന്നും പറയാൻ കഴിയില്ല. ഈ മുഅ്തദ് യുദ്ധത്തിന്റെ സമയത്ത് ചില ആളുകള്, മുനാഫിക്കുകൾ, അതല്ല മുഅ്മിനുകൾ,
ഈ സൈന്യത്തിന്റെ താവളത്തിൽ തമ്പടിക്കൊല്ലോ സൈന്യം. ആ സമയത്ത് ആളുകളെ ചിരിപ്പിക്കാൻ ഒരു തമാശക്ക് ഒരു പാട്ട് പാടി. എന്താ പാട്ടിന്റെ ആശയം എന്നറിയോ? ഇതെന്ത് പട്ടാളക്കാരും ശത്രുക്കളെ കണ്ട പേടിച്ചോടുന്ന എലികളും തീറ്റക്കൊതിയന്മാരും പേടിത്തൂറികളും എന്ന് പറഞ്ഞ ആശയം വരുന്ന 2-3 വാചകങ്ങൾ മുസ്ലിം പട്ടാളക്കാരെ സംബന്ധിച്ച് അവര് വെറുതെ തമാശക്ക് പറഞ്ഞു. ഇതൊരു സഹാബി കേട്ടു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് വിഷയം പറഞ്ഞു. ഈ സഹാബി അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വിഷയം പറയാൻ വേണ്ടി വരുമ്പക്ക് ജിബ്രീൽ വന്നിട്ടുണ്ട്. വരുമ്പക്ക് നബിയെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അവര് ചില കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാൻ നോക്കും, നിങ്ങൾ അവരോട് ഇത് ഓതി കൊടുത്തോടെ. ആയത്തിറക്കി കൊടുത്തു. എന്തായത്? ഖുൽ, നബിയെ നിങ്ങൾ പറയൂ, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അള്ളാഹിനെ കൊണ്ടും അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടും അള്ളാഹുവിന്റെ ആയത്തുകളും കൊണ്ടാണോ നിങ്ങൾ നിങ്ങളെ തമാശ കളിക്കുന്നത്? ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ മുഅ്മിനായതിനു ശേഷം കാഫിറായി പോയിരിക്കുന്നു, ഈമാൻ ഡിസ്മിസ് ആയി പോയിരിക്കുന്നു. ചെയ്ത തെറ്റെന്താ? തമാശക്ക് 2 വർത്താനം പറഞ്ഞതാ, മുസ്ലിമികൾ കളിയാക്കിയതാ. റാവി പറയുന്നു, തിരിച്ച് മദീനത്തെത്തുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ഇവര് ബാക്കി കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. യാ റസൂലല്ലാഹ്, നമ്മൾ വെറുതെ പറഞ്ഞതാണ്. എന്താ ആയത്തിന്റെ തുടക്കം? അല്ല, പറഞ്ഞ വാക്ക് അല്ലാഹു ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. നബിയെ നമ്മൾ വെറുതെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ്, നമ്മൾ കാര്യമായിട്ട് പറഞ്ഞല്ല. ഇന്നമാ കുന്ന ഖൂദു വനൽഅബ്, നഖൂദു വനൽഅബ്. നബിയെ തമാശക്ക് പറഞ്ഞതാ, കളിയായിട്ട് പറഞ്ഞതാ, കാര്യമായിട്ട് പറഞ്ഞല്ല. ഇത് പറയുമ്പോഴൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതുന്നത് ഈ ആയത്താണ്. ഖദ് കഫർതും ബഅദ ഈമാനിക്കും ലാ തഅ്തദിറു. കാരണങ്ങളൊന്നും പറയണ്ട, കാഫിറായി പോയിരിക്കുന്നു. ഇത്ര ശ്രദ്ധിക്കണം എന്നറിയുമോ? അതായത് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹിന്റെ ഒരു ദർസ് കേട്ടു മിനിയാന്ന്. അതൊരു ഫത്വ. അതായത് ഒരു ഭർത്താവ് പിന്നെ വിവാഹം എന്താ പറയാ, ഒന്ന് കൂടുതൽ കിട്ടുന്ന ബഹുഭാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. ഒരു പെണ്ണ് ബഹുഭാര്യത്തെ വിമർശിക്കുകയും അതിനെ ഒരു ചീപ്പ് പരിപാടിയായി പറയുകയും അത് ചെയ്യുന്ന ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അവൾക്ക് കുറ്റമുണ്ടോ? ഷെയ്ഖിന്റെ ഫത്വ എന്താ അറിയോ? അവൾ മുർത്തദ്ദായി പോയിരിക്കുന്നു. എന്താ കാരണം? അത് അള്ളാഹു ഖുർആനിലൂടെ പാസാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തോട് വെറുപ്പ് വന്നാൽ അതിനർത്ഥം ആ നിയമം പാസാക്കിയവനോടുള്ള വെറുപ്പാണ്. അള്ളാഹിന് വെറുത്തൊക്കെ ഇസ്ലാമിന് സ്ഥാനമില്ല. ഡേഞ്ചറാണ്, ഉണ്ടാൻ പാടില്ല. ഏത് പെണ്ണിനും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അള്ളാന്റെ നിയമമാണ്, അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. നിങ്ങൾ കെട്ടണ്ടപ്പ എന്ന് പറയാം. അതേ സമയത്ത് 3-4 കെട്ടിയിട്ട് നോക്കി നാറി നടക്കുന്നുണ്ടില്ലേ? ഭാര്യ മാത്രമല്ല, നാട്ടുകാരങ്ങനെ തന്നെ ഇപ്പം പറയുന്നു. പൊതുവെ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അയാൾ ഒരു മോളെ കെട്ടിക്കുമ്പം പുതിയാപ്പളുടെ ഉപ്പ 3 കെട്ടി, പറ്റൂലപ്പ, ഒരു തറവാടില്ലാത്ത ടീം. എന്നാ തിരിച്ച് സഹാബാക്കളിലും ഏറ്റവും അധികം കല്യാണം കഴിച്ച സഹാബിയാല ആരായിരിക്കും? സ്വഭാവം വെച്ച് നോക്കിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതും പേരുകേട്ട തറവാട്ടുന്ന കല്യാണം. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മോള് ഉമ്മ കുൽസൂമിനെ വരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ അറിയോ? അത് അഹ്ലു ബൈത്തിൽ പെടാനുള്ള ആശ കൊണ്ട് ചെയ്തതാണ്. സുൽത്താന്റെ കുടുംബക്കാരനായല്ലോ. മുപ്പന്റെ അലിയിലെ കെട്ടുമ്പോ മുത്താലിബിന്റെ മോനല്ല അലി. അദ്ദേഹം പറഞ്ഞു, മക്കൾ ഒരുപാട് ഉണ്ടാവണമെന്ന ആശയിലാണ് ഞാൻ കല്യാണം കഴിച്ചത്, എന്താണ് കല്യാണത്തിനോടുള്ള താല്പര്യം ഉണ്ടായത് കൊണ്ടല്ല. അതൊരു ഇസ്സത്തായിട്ട് അവര് കണ്ട്. നമ്മളോ? അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം, ദീനിന്റെ നിയമങ്ങള്, അള്ളാന്റെ കൽപ്പനകൾ, റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകള്, അതിനെതിരെ പറയുന്ന വാക്കോ എടുക്കുന്ന നിലപാടോ ഒക്കെ ആവാം നമ്മുടെ മെമ്പർഷിപ്പ് അള്ളാഹു കട്ടാക്കാൻ. കാരണം അത്രത്തോളം സംരക്ഷിക്കണം. അതുകൊണ്ടാണ് നവാഖിബുൽ ഇസ്ലാം എന്ന പേരിൽ ആ 10 കാര്യങ്ങൾ അദ്ദേഹം ഒരു കിതാബായി നമ്മുടെ മുമ്പ് തന്നത്. പഠിച്ചു വെച്ചോളി, ഇത് വരാണ്ട് സൂക്ഷിച്ചോളി. ഇത് വന്നാൽ കാഫിറായി പോകും, അഥവാ മുഖ്രിജുൻ മിനൽ മില്ല. കുഫർ 2 തരത്തിലുണ്ട്. ഏതൊക്കെ? ചെറിയ കുഫറുണ്ട്, വലിയ കുഫറുണ്ട്.
ശിർക്ക് പറഞ്ഞ പോലെ. ചെറിയ കുഫർ എന്ന് പറഞ്ഞാൽ പാപം മാത്രമാണ്, തൗബ ചെയ്ത് രക്ഷപ്പെടും. എന്നാൽ വലിയ കുഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോക്കാൻ, മാപ്പ് കിട്ടണമെങ്കിൽ കലിമ പറഞ്ഞിട്ട് തിരിച്ചു വരണം. അതാണ് നവാഖിദുൽ ഇസ്ലാം. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ശിർക്ക് കലർത്തലാകുന്നു ഒന്നാമത്തെ സംഗതി. എന്നിട്ട് എന്ത് പറഞ്ഞു എന്റെ കൂടെ? ഞാൻ കടലിലാണോ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയമൊക്കെ. അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ശിർക്ക് ചെയ്യുക. വമിൻഹു അൻ അദ്ദബ്ഹു വന്നദ്റു, ബലികർമ്മവും നേർച്ചയും ഒക്കെ അതിൽപ്പെട്ടതാണ്. അതല്ലാത്തവർക്ക് വേണ്ടി കൊടുത്താൽ, അപ്പോഴാണ് നമ്മൾ ബലികർമ്മത്തെ സംബന്ധിച്ച് സംസാരിച്ചത്. രണ്ടാമത്തത് അന്നാഖിം അസ്സാനി, രണ്ടാമത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, മെമ്പർഷിപ്പ് കട്ടായി പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റ്, മൻ ഒരുത്തൻ, ജഅല അവൻ ആക്കി, ബൈനഹു വബൈനല്ലാഹി അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ, വസായിത ഇടയാളന്മാരെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇല്ല എന്ന് പറയുന്നില്ല, അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല, അള്ളാഹു ഇല്ല എന്നുള്ള വാദക്കാരനുമല്ല, അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 പ്രാവശ്യം കുത്തിയിരുന്ന് പറയാൻ ഓൻ റെഡിയാണ്. പക്ഷെ എന്താ പ്രശ്നം? ആ അള്ളാന്റെയും ഓൻ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആ അള്ളാന്റെയും ഇവന്റെയും ഇടയിൽ ചില ഇടയാളന്മാരെ അവൻ ഉണ്ടാക്കി. എന്നിട്ടോ യദ്ഉഹും, ആ ഇടയാളന്മാരോട് അവർ ദുആ ചെയ്യുന്നു. വയസ്അലുഹും, ആ ഇടയാളന്മാരോട് അവർ ചോദിക്കുന്നു അശ്ശഫാഅ, ശുപാർശ. വയതവക്കലു അലൈഹിം, ആ ഇടയാളന്മാരുടെ മേൽ ഇവർ ഭരമേൽപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഏതൊന്നാണോ നൽകേണ്ടത് അതിനെ അവർ ആർക്ക് കൊടുത്തു? അവരുടെയും അള്ളാന്റെയും ഇടയിൽ അവരുണ്ടാക്കിയ ഇടയാളന്മാർക്ക് കൊടുത്തു. ദുആഉം അതേപോലെ ശഫാഅത്തും അതേപോലെ തവക്കുൽ. ഇങ്ങനെ ഒരുത്തൻ ചെയ്താൽ കഫറ ഇജ്മാഅൻ, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ അവൻ കാഫിറായി പോയിരിക്കുന്നു. അപ്പൊ സിഎമ്മിനെ വിളിക്കുന്നവൻ കാഫിർ, മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ആള് കാഫിർ. പിന്നെ ആരാ വിളിക്കല്? ബദരീങ്ങളെ വിളിക്കുന്ന ആള് കാഫിർ. ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? പുറമെ ഒരു മുസ്ലിം ചെയ്യുന്ന എല്ലാ അമലും ഒരു സാദാ സീദാ മുവഹിദിനേക്കാൾ ശക്തമായി അവർ ചെയ്യുന്നുണ്ടാവും, എന്നാലും അള്ളാന്റെ ലിസ്റ്റിൽ അവൻ കാഫിർ. നമ്മൾ ബാഹ്യമായിട്ടുള്ള ആ അമലുകളും രൂപകോലങ്ങളും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും കാഫിറാവോ. അങ്ങനെ തോന്നിയവന്റെ വിധി എന്ത് എന്ന് അടുത്തേക്ക് പറയുന്നുണ്ട്. മൂന്നാമത്തെ ശർഹ് കേട്ടോളിൻ. ആദ്യം പറഞ്ഞ ശിർക്കിന്റെ കൂട്ടത്തിൽ ഇത് പെട്ടു. എന്നാലും ശൈഖ് റഹിമഹുല്ലാഹു തആല വഇന്നമാ അഫ്റദഹു അൽ മുഅല്ലിഫു ലിഅഹമ്മിയതിഹി വകസ്റതി വുഖൂഇഹി, ഇതിൽ നിന്നും ഈ അടയാളന്മാരെയാക്കുന്ന സംഗതി പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അത് കുറച്ച് ഗൗരവപ്പെട്ടതായതുകൊണ്ടും ഇന്ന് പൊതുവെ ആളുകൾക്കിടയിൽ അത് വ്യാപകമായതുകൊണ്ടും ആണ്. എന്താ പറയാ, നമ്മൾ സിഎമ്മിനെ അള്ളാഹുവായിട്ട് കാണുന്നുണ്ടോ? അതാ ചോദിക്കാൻ. നമ്മള് മൊയ്തീൻ ശൈഖിനെ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടാണോ വിളിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വാദം പറയാ. അങ്ങനെ അത് സാദാ സീദാ ഒരു സംഭവമായി മാറി. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത, വസായിത് എന്ന് പറഞ്ഞാൽ യഅനി ശുഫഅ, ശുപാർശകന്മാർ. അതായത് നമ്മളെ വിഷയങ്ങള് അള്ളാഹുവിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇടയാളന്മാർ. അതാണ് വസായിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. وهو ما يصار إليه للتوسط في جلب نفع أو دفع ضر. എന്തെങ്കിലും ഒരു ഉപകാരം നേടിയെടുക്കാനോ ഒരു ഉപദ്രവത്തെ തടയാനോ അള്ളാഹുവിനോട് നമ്മളെ വിഷയം എത്തിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഇവരെ അതിനു വേണ്ടി പിടിക്കാം. ഇതാണ് ഇടയാളന്മാരെ ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു,
ഫമൻ ജഅലൽ മലായികത, ആരെങ്കിലും മലക്കുകളെ ആക്കിയാൽ, വൽ അംബിയാ, അംബിയാക്കളെയും ആക്കിയാൽ. എന്തുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഈ രണ്ട് വിഭാഗത്തെയും എടുത്തു പറയാൻ കാരണം? മഖ്ലൂഖാത്തുകളിൽ ഏറ്റവും ടോപ്പ് ഇവരാണ്. ഒന്ന് മലായികത്ത്, പരിശുദ്ധരാണ്. മറ്റൊന്ന് അംബിയാക്കൾ, മഅസൂമുകളാണ്. ഇവർ രണ്ടെടുത്തു പറയാൻ കാരണം അതിന്റെ ഇടയിൽ ബാക്കിയെല്ലാം വന്നു. ഇതല്ലാത്ത സാലിഹീങ്ങളെ, ഔലിയാക്കളെ, ജിന്നുകളെ, അതേപോലെ തന്നെ ശുഹദാക്കളെ, തങ്ങന്മാരെ, ബാവമാരെ, ബീവിമാരെ ആരെയെങ്കിലും ഒരുത്തൻ ആക്കിയാൽ, എന്നിട്ടോ യദ്ഉഹും വയതവക്കലു അലൈഹിം, ഇവരോടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇവരിലാണ് അവർ തവക്കുൽ ചെയ്യുന്നത്. വയസ്അലുഹും ജൽബൽ മനാഫിഇ വദഫ്അൽ മദാർ, എന്നിട്ട് ഇവരോടാണ് ഉപകാരങ്ങൾ തേടുന്നതും ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നതും. ഇങ്ങനെ ഒരുത്തൻ ആക്കിയാൽ, ഏതുപോലെ മിസ്ലു അയ്യസ്അലഹും ഗുഫ്റാന ദുനൂബ്, ഇവരോട് പാപങ്ങള് മാപ്പായി കിട്ടാൻ ചോദിക്കുന്ന പോലെ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അർത്ഥമറിയാണ്ട് പാടിയവൻ പൊട്ടൻ. വ്യത്യാസം മനസ്സിലാക്കണേ. അർത്ഥമറിയാതെ വിശ്വാസമില്ലാതെ പാടിയവൻ പൊട്ടൻ. അർത്ഥമറിഞ്ഞ് വിശ്വാസത്തോടെ പാടിയവൻ കാഫിർ. മുശ്രിക്കും കാഫിറും. പക്ഷെ പാടുന്ന ആളെ കോലെങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പം കണ്ണടച്ചിട്ട് ഒരു ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാളുടെ രൂപം എന്ന് വെറുതെ ഒന്ന് തസവൂറാക്കിയാൽ എന്ത് രൂപം വരിക? ആ പാടുന്നവന്റെ രൂപം വരിക. ആ പച്ച കിട്ടുക, തന്നെ കിട്ടുക, ആ താടിയും വെള്ളയും വെള്ളിട്ടാൽ പലാണ് വരിക. ഷെയ്ത്താന്റെ വല്ലാത്തൊരു പരിപാടിയാണ്. ഷെയ്ത്താന്റെ വല്ലാത്തൊരു പരിപാടിയാണ്. കാരണം ആ രൂപത്തിൽ ഇസ്ലാമിനെ മാറ്റി അത് കണ്ടാൽ അതിട്ടവർ പറയുന്നതെല്ലാം ഇസ്ലാമായി കാണുന്ന ഒരവസ്ഥ പിശാച് ഉണ്ടാക്കി. പക്ഷെ ഈ പാട്ട് വിശ്വാസത്തോടെയാണ് പാടിയതെങ്കിൽ അങ്ങനെയാണ് പാടുന്നതും അതിനാണ് തെളിവുകൾ ഉദ്ധരിച്ച് ന്യായീകരിക്കുന്നത്. തെളിവേതാ? വലൗ അന്നഹും യദ്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുർ റസൂൽ. ജാഊക, നിങ്ങളടുത്ത് വരണം. അവർ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ശുപാർശ പറയണം. എന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മൾ ഇതാ പാപങ്ങൾ ചെയ്തിരിക്കുന്നു, അങ്ങയോട് ഇതാ പരാതി പറയുന്നു, മാപ്പാക്കി തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് മാപ്പാക്കി തരണമേ. ശൈഖുൽ ഇസ്ലാം പറഞ്ഞു. പാപങ്ങൾ മാപ്പായി കിട്ടാൻ സൂഫികളുടെ പരിപാടി എന്താ? ആ സൂഫിസം ഏകദേശം കേരളത്തിലും വന്നു തുടങ്ങി. അവരുടെ ഷെയ്ഖന്മാരുടെ ഫോട്ടോ അവരുടെ ബാഗിനോ പോക്കറ്റിലോ ഉണ്ടാവും. അഥവാ അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി അവർ ചെയ്ത ബൈഅത്തിനെതിരായിട്ടൊരു സംഭവം വാക്കോ വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്തിട്ട് ഷെയ്ഖെ സംഭവിച്ചു പോയി മാപ്പാക്കൾ എന്ന് പറയും. അത് സൂഫികളെ ശരിക്കും പറഞ്ഞാൽ കേരളക്കാർ ആ സൂഫികളെ കണ്ടിട്ട ഇപ്പാണ് ആ ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ വ്യാപകമായി തുടങ്ങി സൂഫി ഡാൻസ്. അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമായി തുടങ്ങി. നിസ്കാരമില്ലെങ്കിലും എന്ത് കളിക്കും? ഡാൻസ് കളിക്കും. ആണ് പെണ്ണ്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിദുല്ലാഹ് ഇപ്പൊ നിലവിലുള്ള മദീനയിലെ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു ദർസില് അദ്ദേഹം ഷിയാക്കളെ സൂഫിസം പറഞ്ഞപ്പോ, ഷിയാക്കളുടെ തസൗഫിനെ പറ്റി പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താ അറിയോ? പറഞ്ഞ് ചെയ്ത് ഇപ്പൊ എന്തായിന്നറിയോ? ആ ഷെയ്ഖ് ഒരു മുരീദിന്റെ വീട്ടിലേക്ക് ഗസ്റ്റായി വന്നാൽ, നമ്മളെ പുറത്തേക്ക് ഗസ്റ്റ് വന്നാൽ നമ്മളെന്താ കൊടുക്കുക? ഫസ്റ്റ് കോഴിക്കോട്ടുകാരല്ലേ കൊടുക്കുന്ന ടീംസ്. അള്ളാഹു ബർക്കത്ത് ചെയ്തട്ടെ. ഇവരെന്താ കൊടുക്കാന്നറിയോ? പ്രായപൂർത്തി എത്തിയ മോളെ ഷെയ്ഖിന്, പ്രായപൂർത്തിയായ കല്യാണം കഴിക്കാത്ത കന്യകയായ മോളുണ്ടെങ്കിൽ ആ മോളെയാണ് ഈ ഷെയ്ഖിന് കൊടുക്കുക, വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്. ഇതെങ്ങനെ പുറത്തെത്തിയെന്നറിയോ? അയത്തുള്ള ഖുമൈനില്ലേ മരിച്ചുപോയത്, മരിച്ചല്ല ചത്തുപോയ ടീം. ആ ചത്തുപോയ ടീമിന്റെ ഒരു ഖാദിമ് സുന്നിയിലേക്ക് മാറി. സുന്നി മീൻസ് തെറ്റിദ്ധരിക്കല്ലേ, ഇത് സലഫിയിലേക്ക് വന്നു. മൂപ്പർ ഒരു കിതാബ് എഴുതി. ആ കിതാബിൽ മൂപ്പർ എഴുതിയതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം. ആ ആയത്തുള്ള ഖുമൈനിയാണ് ആപ്പിൾ വിപ്ലവം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി കേരളക്കാർക്ക് പ്രബോധനത്തിന് പരിചയപ്പെടുത്തിയത്. അന്നല്ല നമ്മൾ എന്റെ ഉപസ്ഥിര വായനക്കാരനാണ് പ്രബോധനത്തിന്റെ. പണ്ട് നമ്മളെ പുറത്ത് വന്ന പ്രബോധനം കിട്ടും. അതിൽ ഈ ആപ്പിൾ വിപ്ലവത്തിന്റെ സംഭവം വായിച്ചിട്ട് ഇങ്ങനെ രോമനടിച്ച് ജിഹാദിയായി പോകും. നമ്മൾ വായിച്ചാൽ അവിടെ ഫോട്ടോ ഉണ്ടാവില്ല. ആരെയാ? ഈ ഖുമൈനിന്റെ ഫോട്ടോ ആണ്. ആ ടീം ഏതാ? ഇതാണ് ആ ടീം. അന്ന് നമുക്ക് അഹമ്മദി നജാദ്
ഓർമ്മയുണ്ടോ? പഴയ ഇറാനിയൻ പ്രസിഡന്റ് ഒന്നെല്ലാം പറഞ്ഞ നമ്മൾക്കാല ബുഷിനെ വെല്ലുവിളിക്കുന്ന ലോകത്തെ ഏക സിംഹക്കുട്ടി നമ്മൾ പറഞ്ഞത്. പക്ഷെ അതേ മറ്റേ മോൻ ഇങ്ങനെ, അത് അറബി ശേഖന്മാർ ആ മറ്റേ മോൻ പറയാറുണ്ട്, ഇബ്നുൽ കൽബ് അങ്ങനെ പറയാറുണ്ട്. എന്താ പറയുന്നറിയോ? നമുക്ക് ഇസ്ലാമിന്റെ ഹറമുകളുടെ ഭരണം നമ്മുടെ കൈമേലെത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ പൊളിക്കും, അബൂബക്കർ സിദ്ദീഖിന്റെ പൊളിക്കും, ഉമറിനെ പൊളിക്കും. ഈ രണ്ടാളെയും നമ്മൾ പുറത്തെടുത്തിട്ട് കെട്ടിത്തൂക്കും ഹറമിന്റെ മുന്നിൽ. കാരണം ഇത് രണ്ടും കാഫറുകളാണ്. മഅദുല്ലാഹ്. ഇപ്പൊ നമ്മള് ഇസ്രായേലിനെ അടിക്കുന്ന കാണുമ്പോൾ കുറച്ചൊരു ഇഷ്ടം വന്നു പോകുന്നുണ്ടോ? ഒരു ഇഷ്ടവും വരണ്ട. ശത്രുക്കൾ തമ്മിൽ അടിച്ച് രണ്ട് നശിക്കും, ഇത്രയാണ് ഖലാസ്. നമ്മൾ ദുആ ചെയ്തത്, അല്ലാഹുവേ ശത്രുക്കളെ തമ്മിൽ അടിപ്പിച്ച് രണ്ട് ശത്രുക്കളെയും നീ നശിപ്പിച്ച് കളയണേ. ഒരു പക്ഷേ ജൂതനേക്കാൾ അപകടകാരിയാണ് ഇറാനിയൻ ഭരണകൂടം. നമുക്ക് തിരിഞ്ഞില്ല. ജൂതനോട് നമുക്ക് വെറുപ്പുണ്ട്. കാരണം അവർ പറഞ്ഞു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വ്യഭിചാര പുത്രനാണ്. മറിയമിനെ അവർ വ്യഭിചാരിണിയാക്കി കല്ലെറിഞ്ഞു. ഇവനോ ഇപ്പൊ ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുന്നവനോ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വ്യഭിചാരിയായിട്ട് ഇപ്പോഴും പറയുന്നവനാണ്. അവരെ മിമ്പറിന്റെ മുകളിൽ അവരെ പ്രസംഗിക്കും. നമ്മളെ വീട്ടിലുള്ള പട്ടിരത്ര പോലും സ്ഥാനം ഉണ്ടായിക്കൂടാ. ആർക്ക്? ആയിഷക്ക്. ആയിഷ ബിൻതു സിദ്ദീഖ്. 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് ആയത്ത് വന്നു ആയിഷാനെ പറ്റി, യാ റസൂലല്ലാഹ് ഒരു തെറ്റും ആയിഷ ചെയ്തിട്ടില്ല, തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹു അപരിശുദ്ധപ്പെടുത്തിയത്. ആ പ്രിയപ്പെട്ട ഉമ്മാനെ തെറിവളയുന്ന കൽബുകളാണ് ഇസ്രായേലിനെ അടിക്കുന്നത്. ഒരു സന്തോഷം നമുക്കില്ല. സന്തോഷമുണ്ട്, രണ്ടാൾക്കാരും അടിച്ച് നാമാവിശേഷമായി താറുമാറി പോയാൽ അൽഹംദുലില്ലാഹ്. രാഷ്ട്രീയം, നമുക്ക് രാഷ്ട്രീയം അറിയില്ല. അല്ലാഹു അലം. രാഷ്ട്രീയം, പൊളിറ്റിക്സ്. ഇത് ഇറാനിയൻ ആളുകൾ നിങ്ങൾക്ക് അറിയോ? ഞാൻ ബഹ്റൈനിൽ 5 കൊല്ലം ഉണ്ടായ ആളാണ്. ബഹ്റൈൻ ഭൂരിപക്ഷം ഷിയാക്കളാണ്. അവർ ചെറിയ മക്കൾക്ക് നമ്മള് റസൂലുള്ളാഹിന്റെ പാട്ടെല്ലാം പാടി പഠിപ്പിച്ചു കൊടുക്കില്ല പിള്ളേർക്ക്, അതേപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒന്ന് ആയിഷ അലൈഹല്ലഅന. ഇങ്ങനെ പാടുക. അവര് കുറെ പാട്ടുണ്ട്, അതിൽ ഒന്നിതാണ് ആയിഷ അലൈഹല്ലഅന. മുദ്രാവാക്യം ആയിഷാന്റെ മേൽ അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ. നമ്മൾ റസൂലിന്റെ ഭാര്യ, നമ്മളെ ഉമ്മ, അത് അവരെ വിശ്വാസം. അവരാണ് അതിന്റെ ഒരു പശർമയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ടീംസ്, ഷിയാക്കള്. നമ്മളെ നോളജ് സെറ്റിന്റെ ആൾക്കാരായാലും ജിഫ്രി ടീമായാലും ഏത് ടീമായാലും സലഫികൾ മുബഹിദുകൾ ഒഴിച്ചുള്ള ബാക്കി ടീംസ് ഒക്കെ അതിന്റെ ഒരു ഭാഗം. ജമാഅത്തെ ഇസ്ലാമിയോ രാഷ്ട്രീയം പറയുന്നല്ലേ, അതിന്റെ ഒരു ഭാഗമാണ്. കൃത്യമായിട്ട് അറിയണമെങ്കിൽ അനസ് മൗലവിന്റെ പഴയ CD കേട്ടാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ടിട്ടുള്ള അഹമ്മദ് അനസ് മൗലവിയുടെ പഴയ പ്രഭാഷണങ്ങളുണ്ട്. കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇറാനുമായിട്ടുള്ള ബന്ധം എന്താണ്. നമുക്കൊന്നും തിരിയുന്നില്ലാതെ നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കളിച്ച തവള പോലെ കളിക്കുകയാണ്. ആളുകൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് മുബഹിദുകളെ നശിപ്പിക്കാൻ. ലോകാടിസ്ഥാനത്തിൽ ലോകം പേടിക്കുന്ന ന്യൂനപക്ഷം സലഫികളാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി കൊത്തുന്നു, ഒരുമിച്ച് കൂടിയിട്ട്. കാരണം അവരുടെ കൈമലാണ് ദീനുള്ളത്. അല്ലാത്തവൻ ആദർശം പൊളിച്ചോളഞ്ഞോളാം, ഒന്നുകിൽ ജാറം കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ തസൗഫിനെ കൊണ്ട്, സൂഫിസം കൊണ്ട്. ഷിയാക്കൾ ജയിച്ചു. അപ്പൊ നമ്മളോ ഇതിനുള്ളത് പിന്നെ വേറെ അടിയ. ശരിയല്ലപ്പാ. കാര്യങ്ങളൊക്കെ നല്ല ബസീറത്തോടെ ഉൾക്കാഴ്ചയോടെ കണ്ട് മനസ്സിലാക്കി അങ്ങനെങ്കിലും ഒരുമിച്ച് ആ തൗഹീദിന്റെ സുന്നത്തിന്റെ പ്രബോധന മേഖലയിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹു നസീബാക്കി തരട്ടെ. എന്തായാലും 2012 ആ സമയത്തൊക്കെ എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുതിപ്പ് കേരളത്തിൽ. സുബ്ഹാനല്ലാഹ്. മുക്കിലും മൂലയിലും തൗഹീദിന്റെ ഗർജനങ്ങളല്ലേ. പക്ഷെ ശൈത്താൻ കളിച്ചു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അപ്പൊ ഒന്ന് ഗുഫ്റാനുദ്ദുനൂബ്, പാപങ്ങളെ മാപ്പായി കിട്ടാൻ ഇവർ അവരോട് ചോദിക്കും. വഹിദായത്തുൽ ഖുലൂബ്, അള്ളാഹിനോട് ചോദിക്കേണ്ട ഹിദായത്തും ആരോട് ചോദിക്കും? ഇവരുണ്ടാക്കിയ ഈ അടയാളന്മാരോട് ചോദിക്കും. ഇതുപോലെ ബസിർ സിറാത്തി ഫുആദൻ അൻത സാലികുഹു
വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിനി മിൻ ലദാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹ്യദ്ദീനി. നേരത്തെ പറഞ്ഞ പോലെ അറിയാണ്ട് പാടിയോ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ജാഹിൽ. വിശ്വസിച്ച് പാടിയവൻ കാഫിറും മുശ്രിക്കുമാണ്. എന്താ അർത്ഥം? ബസ്സിർ ഫുആദി സിറാത്തൻ, എന്റെ ഖൽബിന് നെഞ്ചിന് അങ്ങ് ആ വഴി കാണിച്ചു തരണമേ. ഏത് വഴി? അൻത സാലിക്കുഹു, നിങ്ങൾ പ്രവേശിച്ച ആ വഴി. വല്ലാഹു അഅതാകഹു, അത് അല്ലാഹ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വഅൻത മാലിക്കുഹു, ഇപ്പൊ ഹിദായത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളാണ്. സുൽത്താന കുല്ലി വലിയ്യിൻ മുഹ്യദ്ദീൻ. ഹിദായത്ത് ശൈഖിനോട് നേർക്ക് നേരെ ചോദിക്കുന്ന ഷിയാക്കൾ. അതേസമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അതെല്ലാം ഓതി കൊടുത്തിട്ട് എന്ത് കാര്യം? ആരോടാ ഈ ഓതി കൊടുക്കുന്നത്? മുരീദിന്റെ റൂഹും പിടിച്ചിട്ട് മലക്കുൽ മൗത്ത് പോകുമ്പോ നമ്മളെ ഇവൻ വിളിക്കുന്ന പോലെ, ആര്? കിരിക്കാടൻ ജോസ് പഴയ ആരെ? മലക്കുൽ മൗത്തിനെ. എങ്ങോട്ടാ എന്റെ മുരീദിനെയും കൊണ്ട് പോകുന്നത്? എന്റെ അനുവാദം ഇല്ലാണ്ട് ഇറക്കി വെച്ചിട്ട് പോ. ഇതെന്ത് സമസ്ത? എന്തിനു പറയാ? എന്ത് അഹ്ലുസുന്ന വൽ ജമാ? അഹ്ലുസുന്ന വൽ ജമാ അല്ല, സമസ്ത. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മലക്കുൽ മൗത്തിനെ വരട്ടിയിട്ട് മുരീദന്മാരെ റൂഹിനെ തിരിച്ചു വാങ്ങിയിട്ട് ജീവിപ്പിച്ചു. അതിന്റെ ബാക്കിയാ CM ഒരിക്കൽ CM തോന്നന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ജബ്ബാർ മരിച്ചു മലപ്പുറത്തേറ്റാണ്. ജബ്ബാർ മരിച്ചത് CM തീരെ പിടിച്ചില്ല. ആംബുലൻസ് ഇറക്കാൻ പറഞ്ഞു. ജബ്ബാർ എണീക്കുന്നില്ല. എണീക്ക് ജബ്ബാറെ, എന്റെ അനുവാദമില്ലാണ്ട് മരിക്കലുണ്ടോ? ജബ്ബാർ ഇത് അടിക്കുന്നത് തട്ടക്കുടൻ എഴുതി. ജബ്ബാർ ഹയാത്തോടെ വന്നു. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ. കഴുതകൾ. അങ്ങനെ കുറെ തട്ടിപ്പുകളുണ്ട്. തട്ടിപ്പാണല്ലോ മൊത്തത്തില്. എങ്ങനെ? കമസലിൽ ഹിമാർ. അള്ളാഹു പറഞ്ഞ സത്യമാണ്. അവര് തോളത്തിൽ നെഞ്ചത്തും ഖുർആൻ ഉണ്ടാവും, പള്ളികൾ നിറച്ചും ഖുർആൻ ഉണ്ടാവും, നിസ്കാരത്തിൽ ഖുർആൻ ഓതി നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ കഴുത, ഏടുകൾ ചുമന്ന കഴുതകളെ പോലെ. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? അത്രേ ഉള്ളൂ. ഇതൊന്നും സത്യമുള്ളതല്ല. ഇനി അഥവാ CM അങ്ങനെ പറഞ്ഞെന്ന് വെച്ചോ, മൂപ്പര് മജ്നൂനാണ്. ഭ്രാന്തന്മാർ അങ്ങനെ എന്തെല്ലാം പറയും. മജ്നൂൻ എന്ന് പറയാൻ പഠിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? മജ്ദൂബാക്കി. ജദ്ബിന്റെ ഹാലിലെത്തിയ മഹാൻ. ജദ്ബിന്റെ ഹാലിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തൻ. അപ്പൊ മൂപ്പർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. ഗൈറു മുക്കല്ലഫാണ്. ഇവർ നിസ്കരിക്കണ്ട, മൂപ്പർക്ക് നോമ്പെടുക്കേണ്ട. കാരണം സമയം തെറ്റിപ്പോയി. പക്ഷെ ഏറ്റവും വലിയ ഭ്രാന്തൻ ആ ഭ്രാന്തനെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നവനാണ്. അത് ഉമ്മത്തിന് മനസ്സിലാവുന്നില്ല. ചിന്തിച്ചൊക്കെ ഒരു ഡോക്ടർ, കോഴിക്കോട് പ്രഗത്ഭനായ പ്രശസ്തനായ ഡോക്ടർ, പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, പറയുന്നില്ല. മൂപ്പര് എന്റെ അമ്മോച്ചന് മരുന്നിന്റെ ബിസിനസ്സാണ്. ഇപ്പൊ ഡോക്ടർമാരായിട്ട് കണക്ഷൻ ഉണ്ട്. ഇവർക്ക് വീട്ടിൽ വന്നു ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ മൂപ്പര് കഥ പറയുന്നു. മൂപ്പര് വല്യുപ്പാന്റെ കഥ പറയാണ്. ഡോക്ടർ, നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആണല്ലോ. എന്റെ അമ്മോച്ചനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്, ഒന്നും മുണ്ടണ്ടാന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. മൂപ്പര് വല്യുപ്പ ഇങ്ങനെ നടന്നു വരുമ്പോ കാലോണ്ടൊരു വര ഇങ്ങനെ വരച്ചു പെട്ടെന്ന്. ആൾക്കാർക്ക് ആർക്കും മനസ്സിലായിട്ട മൂപ്പര് അങ്ങനെ വല്യുപ്പ പോയി. പിന്നെ വന്ന് നോക്കുമ്പോണ്ട് അതിശക്തമായ ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് ആ കുളത്തിന്റെ ഉള്ളിൽ. അപ്പൊ മൂപ്പര് പറയാണ്, വല്യുപ്പാക്കൾക്ക് നേരത്തെ ഇത് കിട്ടി. എന്ത്? അവിടെ അങ്ങനെ ഉഗ്ര വിഷമുള്ള പാമ്പുണ്ട്, അത് ആൾക്കാരെ കടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വട്ടം വരച്ചിട്ട് അവിടെ അങ്ങനെ എന്ത് ചെയ്തു? തളച്ചിട്ടു. ഇനി പാമ്പ് പുറത്തേക്ക് പോവില്ല. അങ്ങനെ പോയി. അത്ര വലിയ മഹാനായിരുന്നു, അത്ര വലിയ മഹാനായിരുന്നു വല്യുപ്പ. ആരാ പറയുന്നത്? പിന്നെ ഈ സാധാരണക്കാരനെ കഥ പറ്റി വല്ല കാര്യം? സമൂഹത്തിലെ ഡോക്ടർ സ്ഥാനം വഹിച്ചാണ് ഈ പറയുന്നത്. അതും വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ ശരീരം നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളെ റബ്ബിനെ അറിയാൻ എന്ന് പറഞ്ഞ ബോഡിയുടെ അനാട്ടമി പഠിച്ച മനുഷ്യൻ അയാളായി പറയുന്നു. ഉമ്മത്തിന്റെ അവസ്ഥ. മുജാഹിദ് പ്രസ്ഥാനം അന്നൊരു നൂറ്റാണ്ട് കാലം മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരു ഇറാനാണ്. ഈ കേരളം ഇന്നൊരു ഇറാനാണ്. അല്ലാഹു നമ്മുടെ മുൻകാലത്തുള്ള പണ്ഡിതന്മാർ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരാണ് ഉലമാക്കൾ. നമ്മളിപ്പോ പ്രസംഗിക്കാൻ പോയാൽ ഒരു 5000 രൂപ കിട്ടി കീശിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരും. പക്ഷെ അന്ന് അവർ 5000 മുടക്കിയിട്ട് പ്രസംഗിച്ച ആൾക്കാരാണ്, കല്ലേറും കൊണ്ടിട്ട്.
പടക്കം പൊട്ടിച്ചിട്ട് രാത്രി പാതിരാക്ക് ഇറങ്ങി ഓടിയിട്ട് ആ പുസ്തകമുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, ഓർമ്മകളുടെ തീരത്ത്, മുർമൂലവിന്റെ റഹ്മഹുല്ലാ അവരുണ്ടാക്കിയതാണ്. അതിനെക്കൊണ്ട് ഇപ്പൊ നമ്മൾ കളിക്കുന്നു, കാൽമക്കാലം കയറ്റി വെച്ച് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് മനഹജ് കൊണ്ട് കളിക്കുന്നത്. അവരുണ്ടാക്കിയ വഴിയിലായി ഇന്ന് ഈ പറഞ്ഞ മുഴുവനും ആൾക്കാർക്കും ഈ പള്ളിയും ഈ പ്രസ്ഥാനവും ഈ ജാമ്യകളും ഈ മദ്രസകളും ഒക്കെ ഉണ്ടായത് അവരുണ്ടാക്കിയ വഴിയിൽ. അവര് മറന്നുപോയി. മറന്നു എന്നല്ല, ഇപ്പൊ അവരൊന്നും ഇവർക്കൊരു വിലയില്ല. ഉമർ മൗലവി ആര്? എന്ത് ഉമർ മൗലവി? അങ്ങനെ ഓർത്താണ്. അതൊന്നും ശരിയല്ല. അവരെ കാര്യങ്ങളായിരുന്നു. ഇപ്പൊ പറഞ്ഞു വന്നത് വഹിദായത്തുൽ ഖുലൂബ്, സന്മാർഗം, ഹിദായത്തിനെയും അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റുന്നില്ല, വലാകിന്നല്ലാഹ, പക്ഷേ തീർച്ചയായും അള്ളാഹു, യഹ്ദി, അവൻ ഹിദായത്തിലാക്കുന്നു, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. ഒളവണ്ണയിലെ സലഫി മദ്രസയിൽ തൗഹീദിന്റെ വക്താക്കളായി നമ്മൾ ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ സെലക്റ്റഡ് ആണ്. സെലക്റ്റഡ്. ഇപ്പം പറയുന്നുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയാല് നമ്മൾ കവറും തുറന്നിട്ട് എടുത്തങ്ങ് വാരിയിടലല്ല, ഓരോന്നെടുത്ത് നോക്കിയിട്ട് ഇടുള്ളൂ. അതേപോലെ അള്ളാഹു ഇട്ടിരിക്കുകയാണ് ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്. ശുക്ർ കാണിച്ചേ പറ്റും, നന്ദി കാണിച്ചേ പറ്റും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതേപോലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ അത് നീങ്ങിക്കിട്ടാനായി ഇടയാളന്മാരോട് അവര് പറയും. പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പിന്നെ സീമനെ പറ്റി തന്നെയല്ല കഥ പറഞ്ഞ് വിമാനത്തിൽ പ്രയാസം പറ്റിയത്, ഇറങ്ങുന്നില്ല. അപ്പൊ ഒരു മുരീദ് ഉണ്ടായിരുന്നു. ആ മുരീദ് അങ്ങ് എന്ത് ചെയ്തു? നേർച്ചയാക്കി. അപ്പൊക്കെ സി എം വന്ന് എന്തൊരു കഥയാന്ന് നോക്കി. സി എം വരുന്നു, വിമാനത്തിനെ പിടിക്കുന്നു, റൺവേയിൽ ഇറക്കുന്നു. ഇത് മുരീദ് ഇങ്ങനെ ഉറക്കത്തിൽ കാണുന്നു. ഇത് വിശ്വസിക്കുന്നത് ആയിരങ്ങൾ. ബുദ്ധിമുട്ടുകൾ മാറ്റുന്നത് അവരാണെന്ന് ഇവർ വിശ്വസിക്കും. അത് മാറ്റാൻ ദുആ ചെയ്യും. വസദ്ദുൽ ഫാഖാത്തി, ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാനും അവരോട് ചോദിക്കും. ഫഹുവ, ശൈഖുൽ ഇസ്ലാം പറയാണ്, ഇതൊക്കെ ചെയ്തവൻ ഫഹുവ കാഫിറുൻ ബിഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട്, അവര് കാഫിറാണ്. ഇസ്ലാം ഒന്നും പുറത്താൻ സ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, ഇസ്ലാമിന്റെ ബാഹ്യമായിട്ടുള്ള ആചരണങ്ങളൊക്കെ ഉണ്ടാവും, മുസ്ലിമിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായ മുശ്രിക്കുകളും ഒരർത്ഥത്തിൽ മില്ലത്തെ ഇബ്രാഹിമിലെ മുസ്ലിമീങ്ങളായിരുന്നു. അല്ലെ? മദീനത്തെ ജൂതന്മാരും മുസ്ലിമീങ്ങളായിരുന്നു. തൗറാത്ത് അനുസരിച്ചുള്ള മുസ്ലിമായിരുന്നു. കൃത്യമായി തൗറാത്ത് പഠിച്ചും അത് ഫോളോ ചെയ്ത് ജീവിച്ച ആൾക്കാരായിരുന്നു. അവർക്ക് ആകെ ഉണ്ടായ പ്രശ്നം എന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ ഉൾക്കൊണ്ടില്ല. തൗഹീദിനൊരു പ്രശ്നമില്ല ജൂതന്മാർക്ക്. എന്താ അസൂയ വരാനുള്ള കാരണം? അവര് പ്രതീക്ഷിക്കുന്നത് ബനു ഇസ്രായേൽപ്പെട്ട നബിയാണ്, വന്നതോ ബനു ഇസ്മായിലാണ്. ആ ഒറ്റ അസൂയ മാറി നിന്നു, കാഫിറായി. അന്ന് റസൂലുള്ളാഹി തങ്ങൾ മദീനത്തിൽ വരുന്ന സമയത്ത്. ഇപ്പോഴോ ഉസൈറിനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഉസൈറിനെ ഇടയാളനാക്കിയിട്ടാണ്. ഉസൈറിനെ അള്ളാന്റെ ഇടയിൽ വഖാലത്തിൽ യഹൂദു ഉസൈറിൻ ഇബ്നുല്ലാഹ്, അള്ളാന്റെ മോൻ എന്നാ പറഞ്ഞു, അള്ളാന്ന് പറഞ്ഞില്ല. ഉസൈറിനെ അള്ളാന്റെ മോനാക്കി, നസാറാക്കൾ ഈസനബിനാക്കിയ പോലെ. അപ്പോഴും അള്ളാന്റെ വിശ്വാസമുണ്ട്. നസാറാക്കൾക്ക് അള്ളാന്റെ വിശ്വാസമില്ലേ? ഉണ്ട്. സാലിസു സലാസയിൽ ഒന്ന് അള്ളാഹുല്ലേ? അതാണ് വിശ്വാസം. അത് മഅലല്ലാഹ്. അപ്പൊ അഥവാ ഇങ്ങനെ ഇന്ന് നിലവിലുള്ള ഈ അവസ്ഥ അന്ന് മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കിന്റെ അവസ്ഥയാണ്, മദീനത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ അവസ്ഥയാണ്. പക്ഷെ അവരന്ന് വിളിച്ചത് കാഫിറും മുശ്രിക്കും ആണെന്നാണ്. വഖാല അയ്ദൻ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മൻ അസ്ബത വസായിത ബൈനല്ലാഹി വബൈന ഖൽഖി, ഒരുത്തൻ അള്ളാന്റെയും അള്ളാന്റെ സൃഷ്ടിയുടെയും ഇടയിൽ ഇടയാളന്മാരെ ഉണ്ടാക്കിയാൽ, ഏതുപോലെ? കൽ വസായിതി അല്ലതി തകൂനു ബൈനൽ മുലൂകി വറഇയ്യ, രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഇടയിൽ ഉണ്ടാവുന്ന ഇടയാളന്മാരെ പോലെ. ഉലമാ ഉദാഹരണം പറയുന്നിട്ടില്ലേ? പിണറായിനെ നേരിട്ട് പോയിട്ട് കാണാൻ പറ്റുമോ? പിയനെ കാണണ്ടേ? എന്നല്ലേ? അതേപോലെ അതാ ഈ പറയുന്നത്. രാജാവിനെ കാണണമെങ്കിൽ മന്ത്രിനെ കാണണം, മന്ത്രിനെ കാണണമെങ്കിൽ ഓന്റെ മന്ത്രിനെ കാണണം. അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയാൽ ഫഹുവ മുശ്രിക്കുൻ, അവൻ ശിർക്ക് ചെയ്തവനാണ്.
ബൽ ഹാദാ ദീനുൽ മുശ്രിക്കീന ഉബ്ബാദിൽ ഔസാൻ. വിഗ്രഹാരാധകരായ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ ദീനാണ് ഈ ദീൻ, ഇപ്പൊ ആചരിച്ചു പോരുന്ന ദീൻ. ജിഫ്രിക്കെല്ലാം കുറച്ചൊരു ബോധം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. ജിഫ്രി മീൻസ് ഈക്കന്റെ നേതാവ്. തീരെ ബോധമില്ല. മുമ്പ് പ്രായം പരിഗണിച്ച് നമുക്കൊന്നും പറയാനും കഴിയുന്നില്ല. പറയുമ്പോൾ ആൾക്കാർ ഇത്രയും പ്രായമുള്ള ആൾക്കാരെ പറ്റിയാണോ പറയുന്നത് ചോദിച്ചിട്ട് ഒരു കമന്റ് എല്ലാം വരുന്നതാണ്. പക്ഷെ തീരെ ബോധമില്ല. തീരെ ബോധം എന്ന് വെച്ചാല് അങ്ങനത്തെ ഒരു കഴിവ് അവർക്ക് ഉണ്ടെന്ന് തന്നെ മുമ്പ് വിശ്വാസം. മറഞ്ഞ ഒരു കഴിവുണ്ട്. അത് അറിയണമെങ്കിൽ നിങ്ങളെത്തണം, ഹഖീഖത്തിലെത്തണം. സുഫിസം നിങ്ങൾ ആ നിലയിൽ എത്താത്ത കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാത്തത്, അവർക്കുള്ള കഴിവ് മനസ്സിലാവാത്തത്. ജിഫ്രി അങ്ങനെ വാദിക്കുന്നു. കെ അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഈക്കന്റെ അടുത്തേക്ക് മൈക്ക് ഇങ്ങനെ വന്നു എന്നാണ് ജിഫ്രിന്റെ വാദം. കേട്ടില്ല, കേക്കണ്ട, വിശ്വാസമായി പോണ്ട. അങ്ങനെ കുറെ കഥകളുണ്ട്. മൂപ്പര ആ വാദം മൂപ്പർക്ക് ഉണ്ടെങ്കിൽ ആദർശം അബദ്ധത്തിലാണ്. ഇനി ഖൗലുഹു യദ്ഉഹും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ ഇടയാളന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് അവരോട് ഇവർ ദുആ ചെയ്യും. ഐ യദ്ഉ ഹഉലാഇൽ വസായിത ദുആ ഇബാദ. ഈ വിഷയം പഠിക്കാനുള്ള വിഷയം ഉണ്ട് കേട്ടോ. ഇന്ന് പൂർത്തിയായിട്ട് അടുത്ത ആഴ്ച ബാക്കി പറയും ഇൻഷാ അല്ലാഹ്. അവരോട് ദുആ ഇബാദ അവർ നടത്തുന്നു. അപ്പൊ ദുആ രണ്ട് തരത്തിലുണ്ട്. ദുആ ഇബാദ, ദുആ മസ്അല. ഇതാണ് രണ്ട് തരത്തിലുള്ള ദുആ. അള്ളാഹ്വോട് ഒരു അടിമ ചോദിക്കുന്ന ദുആയാണ് ദുആ ഇബാദ. കാരണം അള്ളാഹ്ക്കേ കഴിക്കും, അത് സാധിക്കുള്ളൂ. എന്നാൽ ദുആ മസ്അല, ഇവർ പോയി ആ പേരൊന്ന് നോട്ടെ, ഇതാണ് ദുആ മസ്അല. നമ്മൾ സാധാരണ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമല്ലോ, അതാണ് ദുആ മസ്അല. ഇവർ അവരോട് നടത്തുന്നത് മസ്അലയല്ല, ദുആ ഇബാദയാണ്. അതായത് ഒരു അടിമക്ക് അള്ളാഹുവിന് മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. അക്കാര്യമാണ് അവർ ഈ പറയപ്പെട്ട ആൾക്കാരോട് തേടുന്നത്. ഇതുപോലെ അസ്ഹാബിൽ ഖുബൂർ, ഈ ഖുബൂരികളെ പോലെ, ഖബറിന്റെ ആൾക്കാരെ പോലെ, അവർ ഖബറിനടുത്ത് പോയിട്ട് തേടുന്നത് അള്ളാഹിനോട് എന്താണോ തേടേണ്ടത് അതാണ്. അത് ചോദിച്ചപ്പോഴാണ് ഹനീഫ് പേരോട് ചോദിച്ചത്, എന്നാ പിന്നെ അള്ളാഹിനോട് ഇതേ തേടാൻ പാടുള്ളൂ, അള്ളാഹിനോട് തേടാൻ പാടില്ലാത്ത ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതാ കളിയാക്കിയുണ്ടില്ലേ പണ്ട് പഴയ ഹൊസൻകൊടി സംവാദത്തിൽ എനിക്ക് തോന്നുന്നു. അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം, അള്ളാഹ് എല്ലാത്തിനോട് ചോദിക്കുന്ന ചോദ്യം, ദുആഉ ഇബാദയും ദുആഉ മസ്അലയും പറഞ്ഞപ്പം ഹനീഫ് പേരോട് ചോദിച്ച ചോദ്യമാണത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ലിസ്റ്റ് ചെയ്താ, ഇത് അള്ളാഹിനോട് ചോദിക്കുന്നത്, ഇത് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാത്തത് എന്ന് അവർ പരിഹസിച്ചു. അതെ, അങ്ങനെ ഒരു മസ്അല ഉണ്ട്. ദുആ രണ്ട് തരത്തിലാണ്. ഒന്ന് അള്ളാഹിനോട് മാത്രം ചോദിക്കും, അത് ഇവർ എന്ത് ചെയ്യുന്നു, ഖബറാളുകളോട് ചോദിക്കുന്നു. അസ്ഹാബിൽ അദ്രിഹ, ജാറത്തിന്റെ ആളുകൾ, ജാറത്തിന്റെ ആൾക്കാർ ജാറത്ത് പോയി ചോദിക്കുന്നതാണ് അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം. അല്ലദീന യദ്ഹബൂന ഇലാ ഹാദിഹിൽ ഖുബൂരി വഹാദിഹിൽ അദ്രിഹ, ഈ ഖബറുകളിലേക്കും ഈ ജാറകളിലും ഒക്കെ പോയി അതിൽ കിടക്കുന്ന ആളുകളോട് ദുആഉ ഇബാദ നടത്തുന്നവനെ പോലെ, അങ്ങനെ നടത്തുന്നവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തായവനാണ്. വലിയ തമാശ അതല്ല. ആ ദുആ നടത്തുന്നതിന് മുമ്പ് എന്താ ഓതുക? അൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ, ആ ഏകാധിപത്യത്തിന്റെ എല്ലാ സിഫത്തുകളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതിലെന്തുണ്ട്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതും പറഞ്ഞിട്ട് പിന്നെ ഓതുന്ന സൂറത്ത് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. പിന്നെ മുഅവ്വിദതൈൻ ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബ്. അതെല്ലാം അംഗീകരിച്ചു. എന്നിട്ട് ചോദിക്കുന്നത് മയ്യിത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ സൂറത്തുൽ ബഖറയിലെ ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ കഥയുണ്ടല്ലോ. ഇബ്രാഹിം നബി പിന്നെ നമ്രൂദ് ചോദിച്ചല്ലോ, ആരാ നിന്റെ റബ്ബ്? അപ്പം പറഞ്ഞു യുഹ്യി വ യുമീത്ത്, ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന. അപ്പൊ രാജാവ് പറഞ്ഞു അന യുഹ്യി വ യുമീത്ത്, ഞാനും ജീവിപ്പിക്കുമല്ലോ, ഞാനും മരിപ്പിക്കുമല്ലോ. ഞാൻ രണ്ടാൾക്കാരെ വിളിച്ചു, തടവ് പുള്ളികളെ. ഒരുത്തരെ വെറുതെ വിട്ടു, ഒരുത്തരെ കൊന്നു. എന്നിട്ട് പറഞ്ഞു ഞാനും ജീവിപ്പിച്ചു, ഞാനും മരിപ്പിച്ചു. പൊട്ടത്തരം. ഇത് പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു കദാലിക കുല്ലു മുശ്രിക്, ഇപ്രകാരമായിരിക്കും എല്ലാ മുശ്രിക്കും സഫീഹായിരിക്കും, മന്ദബുദ്ധികളായിരിക്കും. ഇബ്രാഹിം നബി പറഞ്ഞ ജീവിപ്പിക്കലും മരിപ്പിക്കലും ഇതല്ലല്ലോ. പക്ഷെ ഓൻ പറഞ്ഞത് ഏതാ? അപ്പോഴാ ഇബ്രാഹിം നബി അടുത്ത ചോദ്യം ഉന്നയിച്ചത്. ഏതാ? സൂര്യനെ അള്ളാഹു ഉദിപ്പിക്കുന്നത് കിടക്കുന്നാണ്, നീയാണെങ്കിൽ പടിഞ്ഞാറ് ഉദിപ്പിച്ച് കാണിച്ചതാ. മുട്ടുമടക്കി പോയി കാഫിറുകൾ, സഫീഹുകളാണ്. ഈ അതുകൊണ്ടല്ലേ ഖുർആനിൽ ചോദിച്ചല്ലോ, നബിയെ നിങ്ങളോട് ചോദിക്കും, ഖുൽ
അഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. റസൂലാണ് ചോദിക്കാൻ പറയാൻ, ഖുൽ നബിയെ അങ്ങ് പറയൂ അവരോട്, അഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദ്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, വിവരം കെട്ടവരെ. അപ്പൊ അല്ലാഹ് അല്ലാത്തവരിലേക്ക് വിളിക്കുന്നവരെ അല്ലാഹ് വിളിച്ച പേരാണ് എന്ത്? ജാഹിൽ. അത് നാട്ടിൽ എത്ര വലിയ ആലിമാണെങ്കിലും അള്ളാഹ് തനിച്ചിലോൻ ജാഹിലാണ്. മനസ്സിലായില്ല? ഓ അതെന്നാ ഖൗം ജാഹിലുൻ. وقال الله سبحانه وتعالى, തെളിവെന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ولا تدع من دون الله ما لا ينفعك ولا يضرك. നിനക്കൊരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ചെയ്യാത്ത ആരോടും നീ ദുആ ചെയ്യരുത്. മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെയുള്ള ആരോടും. ഫഇൻ ഫഅൽത, ഇതർത്ഥം നീ അങ്ങനെ ചെയ്താൽ, അല്ലാത്തവനോട് ദുആ ചെയ്താൽ, ഫഇന്നക ഇദൻ, ആ സമയത്ത് നീ മിനൽ ളാലിമീൻ, അക്രമകാരികളിൽ പെട്ടവനാണ്. ഏതാണ് ഈ ദുൽമ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. ആ ദുൽമ, ആ ളാലിമാണ് ഈ അല്ലാഹ് അല്ലാത്തവനോട് ദുആ ചെയ്തത്. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്തുകൊണ്ട് നീ ളാലിം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട്? നിനക്ക് അല്ലാഹു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അവനല്ലാതെ ആ ബുദ്ധിമുട്ട് നീക്കാൻ സാധ്യമല്ല. വഇൻ യുരിദിക ബിഖൈരിൻ, ഒരു നന്മ അല്ലാഹു നിനക്ക് ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലി, അവൻ തരുന്ന ഔദാര്യം തടയാൻ ദുനിയാവിൽ ആർക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അത് അവന്റെ അടിമകളിൽ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുക തന്നെ ചെയ്യും. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും ആകും. അപ്പൊ അല്ലാഹ് അല്ലാത്തവനോട് അടയാളന്മാരാക്കി ദുആ ചെയ്തവൻ കാഫിറാണ്. ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു. വദ്ദുആഉ ഇബാദത്തുൻ മിൻ അജല്ലിൽ ഇബാദാത്ത്, ദുആ എന്ന് പറയുന്ന ആ കർമ്മം, ആ അമൽ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഇബാദത്താണ്. അത് അല്ലാഹുവിന്റെ ഖൗല്, അല്ലാഹുവിന്റെ വാക്ക് തെളിവാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ഫദ്ദുആഉ ഇബാദ, ദുആ ഇബാദത്താണ്. വസിർഫു ഹാദിഹിൽ ഇബാദ ലിഗൈരില്ലാഹി അസ്സ വജൽ, ആ ഇബാദത്തിനെ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നൽകുക എന്നുള്ളത് ശിർക്കുൻ, ശിർക്കാണ്. അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. വദുആഉൽ മസ്അല, എന്താ പറഞ്ഞാണ്? ദുആഉൽ മസ്അല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സാദാ സീദാ ചോദ്യങ്ങൾ. ഖദ് യകൂനു ഇബാദ, ചിലപ്പോൾ അതും എന്തായി മാറും? ഇബാദത്തിന്റെ പരിധിയിൽ പെടും. അല്ലാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫലസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. നബിയേ, അവർ എന്നെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയണം? ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. എന്റെ ജോലിയോ ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. ആ ചോദ്യം അടിമകളോടായാൽ ശിർക്കാവും. വഖദ് യഖൂനു, ചിലപ്പോൾ ഗൈറു ഇബാദ, ഇബാദത്തല്ലാത്ത ചോദ്യവും ആവാം. ഇതുപോലെ അല്ലാഹു പറഞ്ഞു, ലാ തജഅലു ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ റസൂലിനോട് ചോദിക്കരുത്. ആ ചോദ്യത്തിന് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ദുആ എന്നാണ്. ലാ തജഅലു ദുആഅർ റസൂലി, റസൂലിനോടുള്ള ചോദ്യം നിങ്ങളാക്കരുത്. എന്താക്കരുത്? കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ. പിന്നെ എങ്ങനെ ആക്കണം? മര്യാദയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ വേണം റസൂലിനോട് ചോദിക്കാൻ. അതാണ് ദുആഉ മസ്അല എന്ന് പറഞ്ഞാൽ. അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമല്ല, മനുഷ്യന്മാരെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യം. അത് ശിർക്കല്ലാത്ത ചോദ്യമാണ്. അങ്ങനെ നോക്കിയാൽ അള്ളാഹു അല്ലാത്തവനോടുള്ള ഈ ദുആ യൻഖസിമു ഇലാ അഖ്സാം, പല വിഭാഗങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് വായിക്കാം. അതിൽ ഏതൊക്കെ പെടും, എന്തൊക്കെ പെടൂല, എന്തൊക്കെ അപകടം പിടിച്ചെന്ന് മനസ്സിലായിക്കോളൂ. ഒന്ന്, ദുആഉൽ മഖ്ലൂഖ്, ഒരു സൃഷ്ടിയോട് ദുആ ചെയ്യുക. ഫി അംരിൻ, ഒരു കാര്യത്തിൽ, ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട് ആ കാര്യത്തിന്
കഴിവില്ല, കുദറത്തില്ല. അങ്ങനത്തെ ഒരു സൃഷ്ടിയോട് ദുആ ചെയ്താൽ ഏതുപോലെ മിസ്ലു അയ്യത്ലുബ മിൻ അഹദിൻ, ഒരാളോട് ചോദിക്കുന്നു, തേടുന്നു, ഇൻസാനൽ ഗൈസി, മഴ വർഷിപ്പിക്കാൻ. മഴ വേങ്ങര ശൈഖ് ആരോട് ചോദിച്ച പോലെ, വേങ്ങര പാപ്പ ആരോട് ചോദിച്ച പോലെ, അത് കേട്ടില്ല, മീക്കായിലിനെ വിളിച്ചിട്ട് കൊണ്ട് മഴ പെയ്പ്പിച്ചോളണം, അത് ചോദിക്കുന്ന പോലെ. ഇൻസാലു ഗൈസ്, ഇജ്റാഉൽ സഹാബ്, മേഘത്തിനെ നീക്കാൻ ചോദിക്കുന്ന പോലെ. ശൈഖ് അവിടെ അറഫയില് വെയിലത്തിരുന്നിട്ടാണ് തങ്ങൾ ദുആ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ആ മേഘത്തെ ഒന്ന് തങ്ങളുടെ തന്റെ മുകളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് സീമനെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? മേഘത്തെ നീക്കാൻ. കാരണം അല്ലാഹു അവന്റെ ഖുദ്റത്തായി പറഞ്ഞതാണ്. അവനാണ് എന്ത്? മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. അല്ലെങ്കിൽ ഔ റിസ്ഖൽ വലദി, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ദുആ ചെയ്യുന്ന പോലെ. പാപ്പിനിശ്ശേരി മൂന്ന് വെറ്റുമാന്റെ മഖാം, അവിടെ നേർച്ച എന്താണെന്നറിയോ? കുട്ടിക്കുപ്പായം. വെച്ച ആ വെള്ളയും കറുത്തയും കുഞ്ഞ് ജനിച്ചവാറിട്ട് കൊടുക്കുന്ന രണ്ട് തുണി ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ നേർച്ച. അവിടെ ഒരു വലിയ ബോർഡുണ്ട്, മൂന്ന് വെറ്റുമ്മ മഖാമിലേക്ക് നേർച്ചയാക്കാനുള്ള കുട്ടിക്കുപ്പായം ജാറംബക സ്റ്റാളിൽ ലഭ്യമാണ്. അവിടെയും ബിസിനസ്, ഇവിടെയും ബിസിനസ്. കാരണം ജാറംബക സ്റ്റാളിൽ നിന്ന് വാങ്ങും, ജാറത്ത് കൊണ്ടുപോയി വെക്കും. അത് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടതിൽ ജാറത്തിൽ വെക്കും. പിന്നെ അടുത്ത ആള് വന്നിട്ട് വാങ്ങും. കച്ചവടം വേറൊന്നുമില്ല. നബി ആയാത്തിന്റെ തീരൂല, ദാനം തീരൂല, പൈസ കിട്ടും, ദാനം തീരൂല. എന്തെല്ലാം നടക്കുന്ന ദുനിയാവില്. സുബ്ഹാനല്ലാഹ്. ഹിദായത്ത് ഇതിനേക്കാൾ വലിയ നിഅമത്ത് ദുനിയാവിൽ വേറൊന്നുമില്ല. എന്തെല്ലാം പറ്റിപ്പ നടക്കുന്നു. ഇതിനെല്ലാം പാപ്പിനിശ്ശേരി മഖാം ഉറൂസിന്റെ ഉനൈസ് പാപ്പിനിശ്ശേരി വിളിച്ചിട്ട് പറഞ്ഞു, ശൈഖ് നമുക്കൊരു പരിപാടി വെക്കണം. ഉറൂസ് നടന്നുകൊടുക്കുകയാണ്. അതിന്റെ മുമ്പ് തന്നെ ഞാൻ മുൻനിർത്തി തടയാനുള്ള ചങ്ങായി ചെറുപ്പക്കാരൊക്കെ മുമ്പിൽ കൊണ്ടിരുത്തിക്കുമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ നമ്മൾ വെച്ചു. അപ്പൊ നമ്മൾ പരിപാടി നടത്തി ദാറത്തിന്റെ മുമ്പെന്ന്. നമ്മൾ പറഞ്ഞു, ദാറ കമ്മിറ്റിക്കാരെ, നിങ്ങളും നരകത്തിലേക്ക് നടക്കുകയാണ്, നാട്ടുകാരെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോവാണ്, എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇക്കാരണം കൊണ്ട് ഇന്ന് അദാബൊക്കെ ദുനിയാവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരവാദിത്തം പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ പാപ്പിനിശ്ശേരി. ഇനി അവരായിക്കൊള്ളാം അള്ളാഹിനോട്. പാതിരാക്ക് 1, 2, 3 മണിക്കെല്ലാം പോയാൽ പെൺകുട്ടികളുടെ, യുവതികളുടെ ക്യൂ ആണ് ആചാരത്തിന്റെ മുന്നിൽ. കാരണം കുട്ടിക്കുപ്പായ നേർച്ചയാക്കിയാൽ ആര് കടാക്ഷിക്കും? ഒന്ന് പറ്റുമ്പ. അപ്പൊ ഇവിടെ എന്താവും? മനസ്സിലായില്ല? 3 പറ്റുമ്പ കടാക്ഷിച്ചാൽ ഇവിടെ എന്താവും? അതെങ്ങനെയാവും? അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. അല്ലാഹുമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ ഈ പറഞ്ഞ. രണ്ടാമത്തെ ദുആഉൽ മഖ്ലൂഖിൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയോട് ദുആ ചെയ്യുക. ഫീ അംരിൻ, ഒരു കാര്യത്തിൽ, യഖ്ദിറു അലൈഹി, അയാൾക്ക് കഴിയുന്ന ഒരു കാര്യം. ഫഹാദാ ലൈസ ശിർക്കൻ, ഇതെന്തല്ല? ശിർക്കല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅാകും ഫഅജീബു, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം. വഇദാ ദഅാക ഫഅജിബുഹു, നിന്നെ ഒരുത്തൻ വിളിക്കുകയാണെങ്കിൽ നീ ഉത്തരം കൊടുക്കണം. ഇതുപോലെ കഅൻ തഖൂല ലിൽ മഖ്ലൂഖിൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ഒരാളോട് നീ പറയുന്ന പോലെ, അഅ്തിനി ഹാദൽ മാ, ആ വെള്ളം എടുത്തു തരുമോ? തീർക്കല്ലോ, സദാശീല അങ്ങോട്ടുള്ള വർത്താനം. അഅ്തിനി ഹാദൽ കഅസ, ആ കപ്പൊന്ന് എടുത്തു തരൂ. ഫഹാദാ ലൈസ ശിർക്കൻ, ഇത് ശിർക്കപ്പെട്ടതല്ല. ഇത് ജീവിച്ചിരിക്കുന്ന കഴിവുള്ള ആൾക്കാരോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സദാശീല ചോദിക്കുന്ന പോലത്തെ ചോദ്യം. അത്താലിസ്, മൂന്നാമത്തത്, അയ്യസ്അല, ഒരുത്തൻ ചോദിക്കലാണ്, ഗൈറല്ലാഹി, അല്ലാഹു അല്ലാത്തൊരുത്തനോട്, ബികമാലി ദുല്ലി വൽ ഹുബ്ബി വറഗ്ബതി വറഹ്ബ, അങ്ങേയറ്റത്തെ ദില്ലത്തോടെ എന്ന് പറഞ്ഞാൽ അടിയറവ് പറഞ്ഞ്, അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ, അങ്ങേയറ്റത്തെ പേടിയോടെ, അങ്ങേയറ്റത്തെ ആശയോടെ ഒരുത്തൻ ഒരാളോട്, അല്ലാത്തൊരാളെ ചോദിച്ചാൽ, ഫഹാദാ ശിർക്കുൻ അക്ബർ, മുരീദന്മാര് ശൈഖിനോട് ചോദിക്കുന്ന പോലെ. അഥവാ അയാളുടെ പൊരുത്തക്കേട് കിട്ടിയാൽ എനിക്കെന്തോ ആയിപ്പോവും, അയാളെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആയിപ്പോവും,
അല്ലെങ്കിൽ അയാളോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ യാത്ര എന്തെങ്കിലും ബുദ്ധിമുട്ടായി പോകും. ഈ ഒരു ഭയം, അമിതമായ ഈ സ്നേഹം, ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അതും ശിർക്കുൻ അക്ബറാണ്. അർറാബിഅ, നാലാമത്തെ ഒരു വിഭാഗം, അയ്യകൂനൽ, ശ്രദ്ധിക്കണേ, അയ്യകൂനൽ മദ്ഉ, ദുആ ചെയ്യപ്പെടുന്ന ആള് ആയിരിക്കൽ, ബഈദൻ അനിദ്ദാഇ, ഈ വിളിക്കുന്ന ആളിൽ നിന്നും ദൂരെയായിരിക്കൽ, വിളിക്കുന്ന ആളടുത്തല്ല. ഏതുപോലെ? കഅയ്യഖൂല, ഒരുത്തൻ പറയുന്ന പോലെ, യാ ബദുവി, അറബികൾക്ക് പരിചയമുള്ള ഏതോ ഷെയ്ഖാണ് ബദവി. നമ്മളെ ഹദ്ദാദ് റാത്തീബിലൊക്കെ വിളിച്ചില്ലേ ബാലവി എന്ന് പറഞ്ഞ പോലെ ഒരു ബദവി. ഫർജിജ് ഖുർബത്തി, എന്റെ ബുദ്ധിമുട്ട് നീക്കി തരണേ ബദവി അവറുകളെ, ചെയ്യുമെന്ന് വിളിക്കുന്ന പോലെ. വയാ ജീലാനി, ആര്? ഷെയ്ഖ് ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി. യാ ജീലാനി, യാ അലി, യാ ഹുസൈൻ, യാ മടവൂർ. പിന്നെ ആരാ? യാ ഇബാദല്ലാഹ്, വരുന്നുണ്ട് സംഭവം. ഇതൊക്കെ വിളിക്കുന്ന പോലെ, അതായത് ആ വിളിക്കുന്ന ആളിൽ നിന്നും എത്രയോ ദൂരെയാണ് അവർ നിൽക്കുന്നത്. ഫഹാദാ ശിർക്കുൻ അക്ബർ, ഇത് ശിർക്കുൻ അക്ബർ, ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. لأن اتساع السمع لسماع البعيد خاص بالله سبحانه, ഒരു പരിധിക്കപ്പുറത്ത് വെച്ച് കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രമുള്ള സിഫത്താണ്. കാരണം മഖ്ലൂക്കിന്റെ കേൾവിക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. ഇവരും കേൾക്കുമെന്ന് വെച്ചാൽ ആ പരിധി അവർക്കും ഇല്ല എന്ന് പറയലായി, അവരെ അള്ളാഹിനോട് തസ്വിയത്ത് ചെയ്യലായി. അതുകൊണ്ട് തന്നെ അതും ശിർക്കുൻ അക്ബറാണ്. കാരണം എന്താ? വലിഅന്നഹു, കാരണം ഈ വിളിക്കുന്ന ആള് യഅ്തഖിദു, അയാൾ വിശ്വസിക്കുന്നു, ഫീ മിസ്ലി ഹാദൽ മദ്ഉ, ഇതേപോലെ വിളിക്കപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അന്നഹു യഅലമുൽ ഗൈബ, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഗൈബ് അറിയുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് വിളിക്കുന്നത്. വഅന്ന ലഹു തസറുഫൻ ഫിൽ കൗൻ, ഈ ഭൂമിയിൽ പല ഇടപാടും അവർക്ക് പറ്റും എന്നാണ് അവന് വിശ്വസിക്കുന്നത്. വഅലൈഹി ഫദുആഉൽ ഔലിയാഇൽ, കേട്ടോ, അതുകൊണ്ട് തന്നെ ഫദുആഉൽ ഔലിയാഇ, ഔലിയാക്കളോടുള്ള ദുആ, അൽ ഗായിബീന, മറഞ്ഞവരായ, ആരും വിട്ടു? ജിന്നു വിട്ടു. നമ്മളെ സംബന്ധിച്ച് ജിന്നാല ഗായിബാണ്. അവിടെ ഉണ്ടോ ഇല്ലേ? ഇവിടെ ജിന്നുണ്ടോ ഇല്ലേ? ചോദിക്കേണ്ട കാര്യം നമുക്കില്ല, ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ജിന്നെന്താണ്? ഗൈബാണ്. തൊട്ടിട്ടോ മണത്തിട്ടോ കണ്ടിട്ടോ അറിയാൻ നമുക്ക് പറ്റൂല. ഇനി ഒരു ജിന്ന് മനുഷ്യ കോലത്തിൽ വന്നാലോ കാണാൻ പറ്റും. പല മസല വേറെയാണ്. നമ്മളിപ്പോ സാധാരണ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ ജിന്നാന്ന് ആർക്കറിയാം, ആണെങ്കിലോ അങ്ങനെ ആവാം. ഗായിബാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന്. അങ്ങനെ ഗായിബായ ഔലിയാക്കളോട് തേടിയാൽ എന്തിനാ? ലിതഫ്രീജിൽ ഖുറൂബി, മരുഭൂമി നിന്നിട്ട് ആറ് പൊട്ടിപ്പോയി. അപ്പൊ ആരെ വിളിച്ചു? ഒരുത്തം വിളിച്ചു CMA, ഒരുത്തം വിളിച്ചു ഷെയ്ഖ് ജീലാനി, ഒരുത്തം വിളിച്ചു ജിന്നെ. എന്താ ഈ മൂന്നും ഉള്ള വ്യത്യാസം? ഈ മൂന്നും ഈ വിളിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗായിബാണ്, ഗായിബാണ്. ഈ മൂന്നാൾ വിളിച്ചതും ഗായിബിനെയാണ്. അങ്ങനെ ഗായിബിനെ വിളിക്കുന്നവനെ പോലെ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ, ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടാൻ. അല്ലെ, ഇരുട്ടില് പൊട്ടുപോയി, ടയർ പഞ്ചറായി, പിന്നെ ചുരം കയറിക്കൊണ്ടിരിക്കാണ്, പെട്രോൾ തീർന്നുപോയി. ഷിയാക്കൾ ആരെ വിളിക്കും? കാരണം മൂപ്പർക്ക് എന്തുണ്ട്? പെട്രോൾ ഇല്ലാണ്ട് വണ്ടി ഓടിക്കാനുള്ള കഴിവുണ്ട്. 10-70 കിലോമീറ്ററിൽ എന്ത് ചെയ്യും? മൂപ്പരെ വണ്ടി പെട്രോൾ ഇല്ലാണ്ട് പോകും. അങ്ങനെ വിളിച്ചു. ഹദീസുൽ ദഈഫ്, ചർച്ചയില്ല. പിന്നെ ഹദീസ് ദഈഫ് അല്ലേ? നോ കമന്റ്. ഹദീസ് ദഈഫാണ്. ദഈഫായ ഹദീസ് പിന്നെ നമ്മൾ സലഫികളെ പിടിച്ച് നടക്കാൻ പാടില്ല. ഖലാസ് ഖല്ലി, അത് വിട്ടേക്കണം. ഹദീസ് ദഈഫ് പിന്നെ നമുക്ക് ചർച്ചയില്ലല്ലോ. പിന്നെ ഇത് കേട്ടോ, അങ്ങനെ ഗായിബായ ഒരുത്തിനോട് എന്തിന്? ആവശ്യ പൂർത്തീകരണത്തിന്. ഹാദാ ശിർക്കുൻ അക്ബർ, ഇതെന്താണ്? ശിർക്കുൻ അക്ബറാണ്. അപ്പം ഹാജറ ചോദിച്ചില്ലേ ജിന്നിനോട്? സമയായി, ബാക്കി അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. ഈ ലാസ്റ്റ് നൃത്യം ഓർമ്മിപ്പിക്കണേ, കൂടുതൽ പറഞ്ഞ അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.